गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकम् चकास्तु धर्मबोधाय നിത്യമവ്യാഹതാത്മനാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിലെ രണ്ടാമത്തെ അധ്യായം ധർമാധർമ്മ വിവേചനം. ശിഷ്യ ഊചു ഭഗവൻ സർവതത്വജ്ഞ ജീവലോകദയാപരാ ധർമാധർമ്മൗ വിവിച്യാദ്യ ശ്രോതുമുത്കണ്ഠിതാ വയം. ശംസന്തി കേചിത് സ്വമതം ദ്വിഷന്ത്യന്യമതം ജനാഃ ദ്വേഷാന്മതേ വിരോധാച ജാതാ വിഷേദി കൽപനാത്. കേചിത് സ്പൃശ്യാ പരേയസ്പൃശ്യാ കേചിത് ദൂരാപസർപ്പണാ കേചിത് സന്തി സദാചാരാ കേചിത് ദുശ്ചരിതാസ്തദാ. ഐക്യമത്യവിയുക്താശ്ച വിവാദവിഹതാശയാ പരസ്പരേണ സ്പർദ്ധന്തെ കേചിത് ജാത്യഭിമാനതാ. യഥാ കാമം ചരന്ത്യേകേ ശൗചാചാരാദിവർജിതാ അനേകദേവ വിശ്വാസാത് ഉന്മത്താ ഇവ സർവതാ. അഹോ ജാതി പിശാചസ്യ ആദയാ ചിത്തവിഭ്രമാത് കേചിന്മത്സരിണോ ഭൂത്വാ ഹിംസന്ത്യന്യാന കിഞ്ചനാൻ. പ്രതികർത്തുമശക്താസ്തേ ജാതിശല്യനികൃന്ദനം മദമന്യത് സമാശ്രിത്യ സുഖം ജീവന്തി ഭാരതേ. ശ്രുതിസ്മൃതിപുരാണോക്ത ധർമാചാരനിബന്ധനേ വിഭിന്നമതയഃ കേചിത് നീചാം വൃത്തിം ഭജന്തി ച. ശ്രുതിസ്മൃത്യുദിതേ കർമ്മണ്യനേകേനാധികാരിണഃ വിശിഷ്ടബുദ്ധിമത്വേപി യേഷാം ന്യക്കാര ഈരിതഃ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയുണ്ടായി, ശൗചം, ആചാരം എന്നിവയെ ഉപേക്ഷിച്ചിട്ട് മനസ്സിന്റെ ഏകാഗ്രതയും ശാന്തതയും എല്ലാം നഷ്ടപ്പെട്ട് ഉന്മത്തന്മാരെ പോലെ
ചില ആളുകൾ തോന്നിയതുപോലെ ചുറ്റിത്തിരിയുന്നു. ഇതിന്റെ കാരണമെന്ന് പറയുന്നത് മനസ്സിന് ഏകാഗ്രത ഉണ്ടാക്കേണ്ട ഈശ്വര വിശ്വാസം, ഈശ്വരോപാസന അത് ശാസ്ത്രീയമായി ചെയ്യാതെ അനേക സമ്പ്രദായങ്ങളെയും അനേക വിശ്വാസധാരകളെയും ഒരേ സമയം അനുവർത്തിക്കുന്നത് കൊണ്ട് മനസ്സിന് അനേകാഗ്രത വരുന്നു. അതിന്റെ ഫലമായിട്ടാണ് യഥാകാമം ഓരോ സ്ഥലത്തും അലയേണ്ടി വരുന്നത്. അപ്പൊ അതിനുശേഷം ശിഷ്യഗണങ്ങൾ വീണ്ടും ഗുരുവിനോട് ജാതിയെ സംബന്ധിച്ച ചില കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് 19ാമത്തെ ശ്ലോകത്തിൽ. അവിടെ പറയുന്നു, അഹോ ജാതി പിശാചസ്യ ബാധയാ ചിത്ത വിഭ്രമാത് കേചിൻ മത്സരിണോ ഭൂത്വാ ഹിംസന്തി അന്യാൻ അകിഞ്ചനാൻ. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: കേചിത്ത് ചില ആളുകള് ജാതി പിശാചസ്യ ബാധയാ ജാതിയാകുന്ന പിശാചിന്റെ ബാധ കൊണ്ട്, ജാതിയാകുന്ന പിശാചിന്റെ ഉപദ്രവം കൊണ്ട് ചിത്തവിഭ്രമാത് മത്സരിണ ഭൂത്വ. വീണ്ടും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉന്മത്തം എന്ന പദം വീണ്ടും അതിന്റെ അർത്ഥത്തെ എടുത്തിരിക്കുകയാണ്. ചിത്തഭ്രമം എന്ന് പറഞ്ഞത് ജാതിയാകുന്ന പിശാചിന്റെ ബാധ കൊണ്ട് ചിത്തഭ്രമം സംഭവിച്ച് മത്സര ബുദ്ധിയുള്ളവരായി തീർന്നിട്ട് എന്തു സംഭവിക്കുന്നു? അകിഞ്ചനാൻ അന്യാൻ, പാവപ്പെട്ട ദരിദ്രരെ കൊല്ലുന്നു. ഹിംസന്തി, കൊല്ലുന്നു. അഹോ, ഇത് എത്രമാത്രം ആശ്ചര്യജനകമാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഈ ശ്ലോകത്തിന്റെ ഒരു താല്പര്യം, ഉയർന്ന കുലത്തിലും ജാതിയിലും ജനിച്ചവരെന്ന് സ്വയം അഭിമാനിക്കുന്ന ചിലർ ജാതി പിശാചിന്റെ ബാധ കൊണ്ട് ചിത്തഭ്രമം സംഭവിച്ച് മത്സര ബുദ്ധിയോടുകൂടി ദരിദ്രന്മാരും സാധുക്കളുമായ ജനങ്ങളെ ഉപദ്രവിക്കുന്നു അഥവാ കൊല്ലുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെയൊക്കെ ഭാരതത്തിന്റെ ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ ജീവിതം, ആ സാമൂഹ്യ ജീവിതത്തില് കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകൾ ഉണ്ടായിട്ടുള്ള അക്രമങ്ങള്, അനാചാരങ്ങള്, ഇവയുടെയൊക്കെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ വായിച്ചു തീർക്കാൻ സാധിക്കില്ല. നമ്മെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, ജാതിയെക്കുറിച്ച് ഇത്തരത്തിൽ പരാമർശിക്കുന്ന വേളകളിലൊക്കെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഉത്പന്നമാകുന്ന ഒരു സംശയമാണ്, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടോ? ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞതുപോലെയുള്ള ഭീകരത ഒക്കെ ഉണ്ടോ? അതൊക്കെ എന്നോ കഴിഞ്ഞു പോയില്ലേ? പണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ നാം വീണ്ടും ചിന്തനം ചെയ്ത് വിചാരം ചെയ്ത് നമ്മുടെ മനസ്സിനെയും സമൂഹ അന്തരീക്ഷത്തെയും വീണ്ടും കലുഷിതമാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയുള്ള ഉപരിപ്ലവമായ ചിന്തകള് നമ്മുടെ ഉള്ളിൽ ഇത്തരം ശ്ലോകങ്ങൾ, ഈ രീതിയിൽ ജാതി സമ്പ്രദായത്തെ കീറിമുറിച്ച് വിചിന്തനം ചെയ്യുന്ന ഇത്തരം ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉത്പന്നമായേക്കാം. പക്ഷെ നാം ചിന്തിക്കേണ്ടത്, നാം ഏതൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ സ്വാമി തൃപ്പാദങ്ങളും ശിഷ്യന്മാരുമുള്ള ഈ ചർച്ചയിൽ ശിഷ്യന്മാർ ജാതിയെ സംബന്ധിച്ച് ഇത്ര കഠിനമായ ഭാഷയിൽ ഉന്നയിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ മുഴുവൻ ഭാരതത്തെയും എടുത്താണ് പരിശോധിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. നാം ഇപ്പോൾ ഇരിക്കുന്നത് സ്വാമി തൃപ്പാദങ്ങളാൽ സംസ്ഥാപിതമായ കേരളം എന്ന് പറയുന്ന ഒരു മനോഹരമായ ഭൂമിയിലാണ്. സംസ്ഥാപിതമായ എന്ന പദം അത് പറയാൻ കാരണം, സ്വാമി തൃപ്പാദങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന്റെ സാമൂഹ്യ ആധ്യാത്മിക മതപരമായ അന്തരീക്ഷത്തിൽ ഇത്രയും പ്രബുദ്ധത വന്നത്.
കേരളം നമുക്ക് കംഫർട്ട് സോണാണ്. ഇവിടെ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ഏതൊരു വ്യക്തിക്കും അഭിമാനപൂർവ്വം ജീവിക്കാനുള്ള സാഹചര്യമൊന്നുണ്ട്. ചെറിയ ഒറ്റതിരിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നമ്മൾ സാമാന്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ജാതിയുടെ പേരിൽ ഇന്ന് കേരളത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ ഒതുക്കാനോ സാധ്യമല്ല. പ്രത്യേകിച്ച് പിന്നോക്ക ജനവിഭാഗങ്ങളെല്ലാം തന്നെ സംഘടിച്ച് ശക്തരായി തീർന്നിരിക്കുക. അതുകൊണ്ട് എല്ലാവരും പണ്ട് കാലത്ത് നിഷേധിച്ചിരുന്ന ഈശ്വരാരാധന തുടങ്ങി എല്ലാ കാര്യങ്ങളും അഭിമാനത്തോടു കൂടി ചെയ്യുന്നു. ഹോമങ്ങൾ ചെയ്യുന്നു, യാഗങ്ങൾ ചെയ്യുന്നു, യജ്ഞങ്ങൾ ചെയ്യുന്നു, ഈശ്വരാരാധന ചെയ്യുന്നു, സംസ്കൃതം പഠിക്കുന്നു, വേദാന്തം പഠിക്കുന്നു, സമൂഹത്തിന് ഇനി സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലേക്ക് പോകുന്നു. ഇതിനെയൊന്നും ജാതിയുടെ പേരിൽ തടയാൻ ഇന്നത്തെ കാലത്ത് കേരളത്തില് സാധിക്കുക അല്പം കഷ്ടമാണ്. പക്ഷെ ഈ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടായത് സ്വാമി തൃപ്പാദങ്ങളുടെ അപാരമായ സാമൂഹ്യ നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് കേരളം എന്ന് പറയുന്നത് ജാതിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു കംഫർട്ട് സോണാണ്. ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജാതി പിശാചിന്റെ ബാധയേറ്റ് മറ്റുള്ളവരെ കൊല്ലുന്നു എന്ന തീവ്രമായ ഒരു സാഹചര്യം നമുക്ക് ഇന്നത്തെ കാലത്ത് അത്ര അനുഭവവേദ്യമാകുന്നില്ല. എന്തുകൊണ്ട്? നാം ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. ആ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിൽ മൊത്തം ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഇതിൽ നോക്കൂ, ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് അകിഞ്ചനാൻ അന്യാൻ എന്നാണ്. ഹിംസന്തി അകിഞ്ചനാൻ അന്യാൻ. പാവപ്പെട്ട ദരിദ്രരായ ജാതിയിൽ താഴ്ന്നത് എന്ന മുദ്ര കുത്തപ്പെട്ട ആളുകളെ ചില ആളുകൾ കൊല്ലുന്നു. അപ്പൊ ഏതാണ്ട് ഒരു 2022 ഏതാണ്ടല്ല 2022 ജൂലൈ മാസം 20 രാജസ്ഥാനിലെ ജലോർ എന്നുള്ള ജില്ലയുണ്ട്, ജലോർ ജില്ല. ആ ജലോർ ജില്ലയില് സാലിയ എന്നുള്ളൊരു ഗ്രാമത്തില് അവിടെ ഒരു അധ്യാപകൻ, മേൽജാതിക്കാരനായ ഒരു അധ്യാപകൻ, ആ അധ്യാപകന് കുടിക്കാൻ വേണ്ടി ഒരു മൺകലത്തില് വെള്ളം നിറച്ചു വെച്ചിരുന്നു. അപ്പൊ ആ സ്കൂളിലെ ഒരു 9 വയസ്സുള്ള ഒരു ബാലൻ, ഒരു പിന്നോക്ക വിഭാഗക്കാരനാണ്. അപ്പൊ കുട്ടിക്ക് ദാഹിച്ചു. ചിലപ്പോൾ എന്തെങ്കിലും കളിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് കുട്ടിക്ക് ദാഹിച്ചു. ദാഹിച്ചപ്പോ ഉടനെ ഓടി വന്ന് ഈ പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു. അപ്പൊ ഇത് ഈ അധ്യാപകനെ വളരെയധികം പ്രകോപിതനാക്കി. കാരണം ഒരു മേൽജാതിക്കാരന് കുടിക്കാൻ വേണ്ടി വെച്ച വെള്ളത്തില് ആ വെള്ളം ഒരു ദളിത് ബാലൻ കുടിക്കുന്നു. ഉടനെ ആ അധ്യാപകൻ ആ കുട്ടിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അതിന്റെ ഫലമായിട്ട് കുട്ടി മരണപ്പെട്ടു. അത് അന്ന് വലിയ വിവാദമായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരുന്നു. രാജസ്ഥാനിൽ അത് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി. അത് നടന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലല്ല, 2 വർഷം മുമ്പാണ്, 2022 ജൂലൈ 20 അവസാനം ആ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ കുടുംബത്തിന് വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ഏതാണ്ട് 2 മാസം മുമ്പ് ഡൽഹിയില് കാഞ്ചുപാല എന്നൊരു ഗ്രാമത്തില് ഒരു താഴ്ന്ന ജാതിക്കാരനെ പ്രണയിച്ചു എന്ന പേരിൽ സ്വന്തം മകളെ കട്ടർ ഉപയോഗിച്ച് പിതാവ് തല മുറിച്ചു കൊന്നുകളെ. ഈ അടുത്താണ്. നന്ദകിഷോർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടായി. ഇങ്ങനെ നമ്മൾ സംഭവങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്നും ഒരുപാട് സംഭവങ്ങള്, ജാതിപരമായ വിവേചനം, മർദ്ദനം, പീഡനം, കൊല, ഇതൊക്കെ ഭാരതത്തിൽ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷെ പണ്ടുള്ള കാലം പോലെ ഒരു പ്രത്യക്ഷമായ രീതിയിലുള്ള അടിച്ചമർത്തൽ സാധിക്കാത്തത് അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, ഇന്ന് ഭാരതത്തിന്റെ ഭരണം ജനാധിപത്യപരമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ബാങ്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭാരതത്തില് വലിയൊരു വോട്ട് ബാങ്കാണ് പിന്നോക്ക വിഭാഗങ്ങൾ. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ ജാട്ട്, യാദവ സമുദായങ്ങളൊക്കെ വലിയ വോട്ട് ബാങ്കാണ്. ഈ സമുദായങ്ങളുടെ വോട്ട് ആർക്ക് പോകുന്നോ ആ രാഷ്ട്രീയ പാർട്ടി ജയിക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ അധീശത്വം നേടിയ 2 പ്രാദേശിക പാർട്ടികളാണ് SP പിന്നെ BSP. രണ്ടും ജാതിപരമായ വോട്ട് ബാങ്കിലാണ് എത്രയോ കാലം ജയിച്ചു വന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് BJP
ഭരണത്തിൽ കയറിയതിനു ശേഷം 2014 BJP ഭരണത്തിൽ കയറിയതിനു ശേഷം അതുവരെ BJP അവിടുത്തെ പൊതുവായിട്ട് നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറയുക. അതുവരെ BJP എന്ന പാർട്ടിയെ പൊതുവായിട്ട് ബ്രാഹ്മൺ ബനിയ പാർട്ടി എന്നായിരുന്നു വിളിച്ചിരുന്നത്. സമൂഹത്തിലെ ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയ വൈശ്യന്മാർക്കും വേണ്ടി മാത്രമുള്ള പാർട്ടിയാണ്, പിന്നോക്ക ജനവിഭാഗങ്ങൾ വരുന്നില്ല എന്നൊരു ആക്ഷേപം വടക്കേന്ത്യയിൽ BJPയെ കുറിച്ച് പറഞ്ഞിരുന്നു. നരേന്ദ്രമോദി 2014 ശേഷം വലിയ രീതിയിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ ചില രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് BJPയിൽ കൊഴുക്കുകയുണ്ടായി. അതിനുശേഷം SP BSP എന്ന് പറയുന്ന അതിശക്തമായി അവിടെ പിന്നോക്ക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരുന്ന പ്രാദേശിക പാർട്ടികൾക്ക് വലിയ ക്ഷീണം സംഭവിക്കാം. അപ്പൊ പറഞ്ഞു വന്നത് പിന്നോക്ക സംഘടനകൾ, പിന്നോക്ക വിഭാഗങ്ങൾ വലിയ വോട്ട് ബാങ്ക് ആയിട്ട് ഭാരതത്തിലുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ അടുത്ത കാലത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പ്രത്യക്ഷമായ രീതിയിൽ വലിയൊരു അടിച്ചമർത്തലിന് സാധിക്കാതെ. എന്നാൽ അങ്ങിങ്ങായിട്ട് ഇത്തരം ജാതി പിശാചിന്റെ സ്ഫുരണങ്ങൾ നമുക്ക് കാണുവാനും കഴിയും. അതുകൊണ്ടാണ് ഈ 2 ഉദാഹരണങ്ങൾ നമ്മൾ ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിന്റെ സുരക്ഷിതമായ ഒരു സാഹചര്യം, കേരളത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ഉണ്ണുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു. ഇവിടെ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചാൽ അത്ര ഭീകരമായ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഈ ഒരു സുരക്ഷിതമായ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് ഭാരതത്തെ മുഴുവൻ നമുക്ക് വിലയിരുത്തി കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങളുടെ യഥാർത്ഥമായ താല്പര്യം ഗ്രഹിക്കുവാൻ കഴിയില്ല. ഒരിക്കല് നമ്മൾ വാരാണസി എന്ന് പറയുന്ന ഒരു നഗരം, ആ വാരണാസി നഗരത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഫോണ് കംപ്ലൈന്റ് ആയി. അപ്പൊ ആ ഫോണ് നന്നാക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി. കടക്കാരന് ഫോൺ കൊടുത്തു. അപ്പൊ ആ സമയം ആ കടക്കാരനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ വന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമാണ്. അപ്പൊ കല്യാണത്തിന് ക്ഷണപത്രം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ആ ക്ഷണപത്രം നമ്മൾ ഫോൺ വെച്ച് ആ ടേബിളിന്റെ മുകളിൽ വെച്ചു. അപ്പൊ എനിക്കും ആ ക്ഷണപത്രം കാണാൻ സാധിച്ചു. അപ്പൊ അതില് കല്യാണം ക്ഷണിച്ച അവസാനത്തെ ഒരു വരിയിൽ എഴുതിയിരിക്കുകയാണ് ബ്രാഹ്മണോം കേലിയെ അലഗ് പങ്ക്തി എന്ന് പറഞ്ഞിട്ട്. അതായത് കല്യാണത്തിന് വരുന്ന ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ വേറെ ഒരു വരി ഉണ്ടായിരിക്കും, വേറെ ഒരു പങ്ക്തി ഉണ്ടായിരിക്കും എന്നാണ് അതിൽ എഴുതിയത്. ഇന്നും അങ്ങനെയാണ്. ഇന്നും നമ്മൾ വടക്കേന്ത്യയിൽ എല്ലാ ജാതി വിഭാഗങ്ങളും ഒരുമിച്ച് പൊതുപരിപാടികളിൽ, കല്യാണം തുടങ്ങിയ പൊതുപരിപാടികളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പതിവില്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ, കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഇന്നും ഉത്തരഭാരതത്തിന്റെയും മറ്റും ഗ്രാമാന്തരങ്ങളിൽ എത്രമാത്രം വിഭാഗീയതയാണ്, വിഭജനങ്ങളാണ് ജാതിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കേരളത്തിൽ നമ്മുടെ ഒരു മകളുടെ കല്യാണത്തിന് കല്യാണക്കൂറി അടിക്കുകയാണ്. നമ്മളതിൽ കത്ത് എഴുതാണ്, നായന്മാർക്ക് വേറെ വരിയായിരിക്കും, ഈഴവന്മാർക്ക് വേറെ വരിയായിരിക്കും, നമ്പൂരിമാർക്ക് വേറെ വരിയായിരിക്കും എന്ന് നമ്മൾ എഴുതുക. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല, സങ്കല്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എത്രമാത്രം വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവും. പക്ഷെ വടക്കേന്ത്യയിൽ അങ്ങനെയല്ല സ്ഥിതി. അവിടെ ഇന്നും ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ വ്യവസ്ഥിതിക്ക് പഴയ കാലത്തുള്ളതുപോലെ ഒരു ഭീകരമായ മുഖം എടുക്കാൻ സാധിക്കാത്തത് ജനാധിപത്യത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ നിർണായക സ്വാധീനം, വോട്ട് ബാങ്ക് എന്ന തലത്തിൽ വന്നതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ടാണ് ശിക്ഷഗണങ്ങൾ പറയുന്നത് ജാതി പിശാചിന്റെ ബാധയേറ്റ് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി പോലും ചിലർ തയ്യാറാകും. അപ്പൊ അടുത്ത ശ്ലോകം നോക്കൂ. അടുത്ത ശ്ലോകം സമാനമായ അർത്ഥമുള്ളവയാണ്. പ്രതികർത്തുമശക്താസ്തേ ജാതിശല്യ നികൃന്ദനം മതമന്യത് സമാശ്രിത്യ സുഖം ജീവന്തി ഭാരതേ. ജാതിശല്യ നികൃന്ദനം. ജാതിശല്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ശല്യം എന്നല്ല അർത്ഥം. ശല്യം എന്ന് പറഞ്ഞാൽ ആയുധമാണ്, അസ്ത്രം. അപ്പൊ ജാതിശല്യം എന്ന് പറഞ്ഞാൽ ജാതിയാകുന്ന അസ്ത്രത്തിന്റെ, ആയുധത്തിന്റെ നികൃന്ദനം എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക. നികൃന്ദനം, നമ്മൾ ഒന്നിനെ മുറിക്കുന്നതിനെയാണ് നികൃന്ദനം എന്ന് പറയുന്നത്. അപ്പൊ നഖനികൃന്ദനം എന്നൊരു വാക്ക് വരുന്നുണ്ട് ഉപനിഷത്തിൽ. നഖനികൃന്ദനം എന്ന് പറഞ്ഞാൽ നെയിൽ കട്ടർ. അപ്പൊ ജാതിശല്യ നികൃന്ദനം
എന്ന് പറഞ്ഞാൽ ജാതിയാകുന്ന അമ്പ്, ആ അമ്പിന്റെ മുറിവേറ്റിട്ട് പ്രതികർത്തും അശക്തേ, ആ അമ്പിന്റെ മുറിവിനെ പരിഹരിക്കുവാൻ കഴിയാതെ അശക്തരായി തീർന്ന് തേ എന്ന് പറഞ്ഞ ആരാണ്? പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് മുദ്ര കിട്ടിയ ആ വിഭാഗങ്ങൾ അവരെന്ത് ചെയ്യുന്നു? മതം ആശ്രിത്യ, മറ്റു മതങ്ങളെ ആശ്രയിക്കുന്നു. ഭാരതേ സുഖം ജീവന്തി, എന്നിട്ടോ ഭാരതത്തിൽ സുഖമായിട്ട് ജീവിക്കുന്നു. വളരെ ഒരു അർത്ഥഗർഭമായ ഒരു ശ്ലോകമാണിത്. മതം ആശ്രിത്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മറ്റു മതങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവർ ഇപ്പോൾ ഉള്ളത് ഹിന്ദുമതത്തിലായിരുന്നു. അതുകൊണ്ടല്ലേ മതം എന്ന് പറയുന്നത്. ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ ജീവിതത്തിൽ ഞാനൊരു പിന്നോക്കക്കാരനായതുകൊണ്ട് എനിക്ക് എല്ലാ മേഖലയിലും ഉയരുവാനോ ഒരു മനുഷ്യനായി ജീവിക്കുവാനോ സാധിക്കാതെ വന്ന് ജാതി എന്ന് പറയുന്ന ആ തീവ്രമായിരിക്കുന്ന അമ്പ്, ആ അമ്പിന്റെ മുറിവേറ്റിട്ട് എനിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞു രാമചരിതമാനസ ഒരു ശ്ലോകം, ശൂദ്രൻ വേദപ്രവീണനാണെങ്കിൽ പോലും അവന് ഉയരുവാൻ അധികാരമില്ല. ശൂദ്രന് തപസ് ചെയ്യുവാൻ അധികാരമില്ല. ശൂദ്രന് സാമൂഹ്യമായി ഒരു പ്രകാരത്തിലും ഉയരുവാൻ അധികാരമില്ല. മനുഷ്യനായി ജീവിക്കാനുള്ള സർവ്വ അധികാരങ്ങളും നഷ്ടപ്പെട്ടു. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ഏക വഴി എന്താണ്? ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അന്യത് മതം ആശ്രിത്യ ഭാരതേ സുഖം ജീവതി, മറ്റു മതങ്ങളെ ആശ്രയിക്കാൻ. അപ്പൊ അടുത്തൊരു വരി നോക്കൂ, സുഖം ജീവന്തി എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റു മതങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം. ഇന്നലെ വരെ ഒരു പിന്നോക്കമെന്ന് മുദ്ര കിട്ടിയ ഒരാള് ഇന്ന് ആ മതം മാറി വേറൊരു മതത്തിലേക്ക് പോയാൽ അവന് വഴി നടക്കാം, അവന് മീശ വെക്കാം, അവന് ഏതൊരു സ്ഥലത്തും ഉദ്യോഗം നേടാം. അപ്പൊ നോക്കൂ എത്രമാത്രം കഷ്ടമായിരുന്നു കാര്യമെന്ന്. അപ്പൊ നമ്മള് ഈ ഒരു ശ്ലോകത്തിന്റെ ഒരു താല്പര്യം ഒരു ദൃഷ്ടാന്ത സഹിതം മനസ്സിലാക്കണമെങ്കിൽ, പണ്ട് സ്വാമി തൃപ്പാദങ്ങൾ 1924 ഒരു മതമഹാസമ്മേളനം ആലുവയിൽ സംഘടിപ്പിച്ചിരുന്നു. ആ മതമഹാസമ്മേളനത്തിന് സ്വാമി തൃപ്പാദങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതായിരുന്നു. ഒരു ഘടകം എന്ന് പറയുന്നത് ഏതാണ്ട് 2-3 വർഷം മുമ്പ് 1921 മലബാർ പ്രദേശത്തുണ്ടായ വലിയൊരു ലഹളയാണ് 1921 മലബാർ ലഹള എന്നറിയപ്പെടുന്നു. ഇപ്പൊ തുർക്കി എന്ന് പറയുന്ന ആ രാജ്യത്തെ ഇസ്ലാമിക ഖലീഫമാർ, മുസ്ലിങ്ങൾക്ക് വളരെ വൈകാരിക ബന്ധമുള്ള ഖലീഫ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നിരന്തരമായുള്ള ആക്രമണം കൊണ്ട് വളരെ പ്രതിരോധത്തിലായ ഒരു സമയത്ത് ആഗോള മുസ്ലിങ്ങൾ മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെ തിരികെയുണ്ടായി. അപ്പൊ അതിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞ ആ ഒരു പ്രതിഷേധം ഇന്ത്യയിൽ ഒരു പ്രത്യേക മൂവ്മെന്റിന്, ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. അതിന്റെ പേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപമാണ് മലബാറില് ഒരു വർഗീയ ലഹളയിലേക്ക് മാറിയത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അതിനൊരു വർഗീയ ഭാവം കൈവന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മലബാറിൽ ഭൂ ഉടമകൾ എന്ന് പറയുന്നത് അക്കാലത്ത് ഹിന്ദു മതത്തിലെ സവർണ വിഭാഗങ്ങളായിരുന്നു, ജന്മിമാർ. അപ്പൊ ആ സവർണ വിഭാഗങ്ങളുടെ വയലേലകളിൽ പണിയെടുത്തിരുന്നത് തീർത്തും അവശ ജനവിഭാഗങ്ങളായിരുന്നു, പിന്നോക്കക്കാർ. ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങി അവർക്ക് കുറഞ്ഞ പക്ഷം, അതായത് നമ്മൾ കരുതുന്നു ജാതി വിവേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കുറെ ആൾക്കാരെ അനുവദിച്ചില്ല, അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറയുന്ന വലിയ സമരമാണ്. ഇതൊക്കെയാണ് ജാതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ക്ഷേത്രം ഒരു ഘടകം മാത്രമാണ്, മറിച്ച് മനുഷ്യനായി ജീവിക്കാനുള്ള സർവ്വ അധികാരങ്ങളും നഷ്ടപ്പെട്ടു. അപ്പൊ ഇനിയും ഹിന്ദുമതത്തിൽ തുറന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പായ മലബാറിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാം മതത്തിലേക്കും മറ്റു മതത്തിലേക്കും പോകാൻ തുടങ്ങി. ഭൂരിഭാഗവും പോയത് ഇസ്ലാം മതത്തിലാണ് പോയി. മലപ്പുറം ഭാഗത്തൊക്കെ പോയാൽ നമുക്കത് അറിയാൻ സാധിക്കും.
പൂർവികര് ഭൂരിഭാഗം അടുത്ത് പിന്നോക്കക്കാരായിരുന്നു. പിന്നീട് ഒരു മലബാർ കലാപത്തിന് ശേഷം കുറച്ച് പേര് മുന്നോക്കത്തിൽ നിന്നും മതം മാറിയിട്ടുണ്ട്. അത് പിന്നെ വേറെ കാരണം. അപ്പൊ ഹിന്ദുമതത്തിലെ ഈ ജാതി വിവേചനം സഹിക്കവയ്യാതെ ഒരുപാട് പേര് ഇസ്ലാം മതത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ ജന്മിമാരോട്, ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട ജന്മിമാരോട് നേരത്തെ വിദ്വേഷമുണ്ടായിരുന്നു. ആ വിദ്വേഷവും ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധവും എല്ലാം ചേർന്ന് അത് തത്വത്തിൽ എന്തായിട്ട് മാറി? ഒരു ഹിന്ദു മുസ്ലിം ലഹളയായിട്ട് മാറിയുണ്ട്. ആ ഹിന്ദു മുസ്ലിം ലഹളയുടെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം ഇതാണ്: നേരത്തെ തന്നെ സവർണ ജന്മിമാരോട് വിദ്വേഷമുണ്ടായിരുന്ന 10,000-കണക്കിന് വരുന്ന ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങൾ അവര് മതം മാറുക കൂടി ചെയ്തപ്പോൾ ആ വിദ്വേഷം ഇരട്ടിക്കുകയും അതൊരു കലാപത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പൊ സ്വാമി തൃപ്പാദങ്ങൾ കേരളത്തിൽ തിരുവവതാരം ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങള് ക്രിസ്തു മതമോ മറ്റു മതമോ സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുമായിരുന്നു. അതും ആലോചിക്കേണ്ടതാണ്. അപ്പോ സുഖം ജീവന്തി എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഭാരതത്തിൽ ജീവിക്കുന്നു. ഈ സുഖം എന്നുള്ള വാക്കിലൂടെ ഹിന്ദുമതത്തിൽ അന്നത്തെ കാലത്തുണ്ടായ വലിയ ജാതി പരമായ വിവേചനത്തിന്റെ ഒരു ഭീകരത എത്രത്തോളം ആഴത്തിലാണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുന്നു ഈ സുഖം എന്നുള്ള വാക്കുകൊണ്ട്. കാരണം സ്വന്തം മതത്തിൽ സുഖമില്ലാത്തത് കൊണ്ടല്ലേ മറ്റു മതത്തിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത്. ഒറീസയില് ഗ്രാമാന്തരങ്ങളില് വലിയ രീതിയിൽ വനവാസി വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. ആ വനവാസി വിഭാഗങ്ങൾ കാലാന്തരങ്ങളായിട്ട് അവിടെ വളരെ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി വനത്തോട് ഇഴുകിച്ചേർന്ന് സുഖമായി ജീവിച്ചവരാണ്. എന്നാൽ ഈ ചാതുർവർണ്ണ്യം ശക്തി പ്രാപിച്ച സമയത്ത് ആ വനവാസികളെല്ലാം നാലാംകിട പൗരന്മാരായിട്ട് സവർണ മേലാളന്മാർ അടിച്ചൊതുക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? കൂട്ടത്തോടെ പൂർണ്ണമായിട്ടും ക്രിസ്തു മതത്തിലേക്ക് ഈ വനവാസികൾ ചേക്കേറി. നമ്മൾ ഇന്നും ഒറീസയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും വനത്തിനുള്ളിൽ പോയി കഴിഞ്ഞാലും വനത്തിൽ പോലും ഒരു ചർച്ച കാണും. അപ്പൊ നമ്മൾ പറയുന്നു മതപരിവർത്തനം പാടില്ല, തെറ്റാണെന്നൊക്കെ പറയുന്നു. പക്ഷെ അതിന്റെ സാഹചര്യം എങ്ങനെ ഉണ്ടായി? സ്വന്തം മതത്തിൽ സുഖമായി ജീവിക്കാനുള്ള ആത്മാഭിമാനത്തോടു കൂടി അന്തസ്സായിട്ട്, ഇനി അല്പം പട്ടിണിയാണെങ്കിലും വരുമാനം കുറഞ്ഞാലും കുഴപ്പമില്ല, ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ലക്ഷക്കണക്കിന് ജനങ്ങൾ മറ്റു മതങ്ങളെ ആശ്രയിച്ചത്. അപ്പൊ നോക്കൂ, ഗുരുവിന്റെ ശിഷ്യഗണങ്ങൾ എത്ര വ്യക്തമായിട്ട് ഈ ആശയത്തെ അവതരിപ്പിക്കുന്നു. അന്യത് മതം ആശ്രിത്യ സുഖം ജീവന്തി. സ്വന്തം മതത്തിൽ സുഖമായി ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റു മതങ്ങളെ ആശ്രയിച്ച് സുഖമായി ജീവിച്ചു. ഭാരതത്തിലെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങൾ മുഴുവൻ തന്നെ തദ്ദേശീയരായ ഇവിടുത്തെ ഹിന്ദുമതത്തിന്റെ അവാന്തര വിഭാഗങ്ങളായ ചില ഗോത്രങ്ങൾ താമസിച്ച സ്ഥലങ്ങളാണ്. ആ നോർത്ത് ഈസ്റ്റ് മുഴുവൻ പിന്നീട് അവിടുത്തെ ജനവിഭാഗങ്ങൾ മുഴുവൻ തന്നെ പിന്നീട് കൂട്ടത്തോടെ ക്രിസ്തു മതത്തിലേക്ക് പോവുകയുണ്ടായി. എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? കാരണം ഇത് തന്നെയാണ്. സ്വന്തം മതത്തില് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു. ഇനിയാണ് അടുത്ത 2 ശ്ലോകങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. കാരണം നമ്മൾ ഇത്രയും ശ്ലോകങ്ങളിൽ ഹിന്ദുമതത്തിന്റെ ചാതുർവർണ്ണ്യത്തിന്റെയും ആ ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയ സാമൂഹ്യ ജീവിതത്തെയും വിമർശിച്ചുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്തു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഹിന്ദുമതം എന്താ, വളരെ മോശമായൊരു മതമാണ്, വെറും ജാതിയാൽ മനുഷ്യനെ വേർതിരിച്ചൊരു മതമാണ് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ആ തോന്നലിനുള്ള ഒരു പരിഹാരം കൂടിയാണ് അടുത്ത 2 ശ്ലോകങ്ങളിൽ. അപ്പൊ അടുത്ത 2 ശ്ലോകം ചിന്തിക്കാം. ശ്ലോകം നമ്പർ 20. ശ്രുതി സ്മൃതി പുരാണോക്ത ധർമാചാര നിബന്ധനേ വിഭിന്നമതയാ കേചിത് നീചാം വൃത്തിം ഭജന്തി ച. അടുത്ത ശ്ലോകം. ശ്രുതി സ്മൃത്യുദേ കർമ്മണ്യനേകേനാധികാരിണഃ വിശിഷ്ട ബുദ്ധിമത്വേപി തേഷാം ന്യക്കാര ഈരിതഃ. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം: ശ്രുതി സ്മൃതി പുരാണ
ശ്രുതിസ്മൃതി പുരാണോക്ത ധർമാചാര നിബന്ധന. ശ്രുതികളിലും സ്മൃതികളിലും പുരാണങ്ങളിലും പറയപ്പെട്ടിരിക്കുന്ന ധർമാചാരങ്ങൾ, ആ ധർമാചാര നിയമങ്ങൾ, അതിൽ നിന്ന് വിഭിന്നമതയാ കേജിത്ത്, ചിലർ അതിനെ ആചരിക്കാതെ അതിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുന്നു. നീജാം വൃത്തിയും ഭജന്തിച്ച, ഏറ്റവും മോശമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നു. അപ്പൊ അതിന്റെ ഉത്തരം നോക്കൂ, അതിന്റെ താല്പര്യം നോക്കൂ. വേദങ്ങൾ, സ്മൃതികൾ, പുരാണങ്ങൾ, ഇവയിൽ പറഞ്ഞിട്ടുള്ള ആചാരത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുന്ന ചിലർ ഏറ്റവും നീചമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം നയിക്കുന്നു. ഇതേ അർത്ഥം തന്നെയാണ് അടുത്ത ശ്ലോകത്തിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രുതി സ്മൃതി ഉദിതേ, ശ്രുതികളിലും സ്മൃതികളിലും പറയപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളിൽ അനേകേ നാധികാരിണ, ഒരുപാട് ആളുകൾ അധികാരികളായി തീരുന്നില്ല. തേഷാം ന്യക്കാര വിശിഷ്ട ബുദ്ധിമത്വേപി ഈരിത, വിശേഷമായ ബുദ്ധിയുള്ള സജ്ജനങ്ങളെ പോലും ധിക്കരിക്കുവാനും ആക്ഷേപിക്കുവാനും അവർ തയ്യാറാകുന്നു. ആര്? ശ്രുതികളിലും സ്മൃതികളിലും പറയപ്പെട്ടിരിക്കുന്ന നല്ല ആചാരങ്ങളെ, നല്ല കാര്യങ്ങളെ അനേക പേര് അനുഷ്ഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെന്ത് ചെയ്യുന്നു? അവർ വിശിഷ്ടന്മാരായ ആളുകളെ കൂടി ധിക്കാരത്തോടു കൂടി അപമാനിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിലെ 2 ശ്ലോകങ്ങളുടെയും താല്പര്യം. അപ്പൊ നമ്മൾ ഇത്രയും ശ്ലോകങ്ങൾ പഠിച്ചത്, ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി ഉണ്ടാക്കിയത്, ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി അതൊരു സാമൂഹ്യ ജീവിതമായി ഉണ്ടാക്കിയത് വേദങ്ങളും സ്മൃതികളുമെല്ലാം ചേർന്നിട്ടാണെന്ന് പറയുന്നു. എന്നാൽ ഈ ശ്ലോകത്തിൽ ശിഷ്യഗണങ്ങള് ഗുരുവിന്റെ സമക്ഷം ഉണർത്തിക്കുകയാണ്, ശ്രുതി സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠമായ ധർമാചരണങ്ങൾ ചെയ്യാത്തതിന്റെ കാരണമാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഈ 2 ശ്ലോകങ്ങളുടെ പൊതുവായ താല്പര്യമാണ്. അപ്പൊ ഇവിടെ ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ അടുത്ത കാലത്ത് കുറെ കാലങ്ങളായിട്ടുണ്ട് ചില ചർച്ചകള് ഇപ്രകാരം കേൾക്കാം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദ സ്വാമികള് ഹിന്ദു മതത്തെ അതിശക്തമായിട്ട് വിമർശിച്ച ഒരു മഹാത്മാവായിരുന്നു. ഹിന്ദുമതം ജാതിയിൽ അധിഷ്ഠിതമാണ്, അതിനൊരു ശ്രേഷ്ഠതയുമില്ല എന്നൊക്കെ പറഞ്ഞ് പല പല ചർച്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. വാസ്തവത്തില് ചിന്തിച്ചു കഴിഞ്ഞാല് ഹിന്ദുമതത്തിലെ ചാതുർവർണ്ണ്യം എന്നതിൽ അധിഷ്ഠിതമായ ജാതി സമ്പ്രദായത്തെ, ജാതി വിവേചനത്തെ ഗുരുദേവൻ അതിനിശ്ചിതമായ രീതിയിൽ, അതിനിശ്ചിതം എന്ന വാക്ക് പ്രയോഗിച്ചത് തീക്ഷ്ണമായ ഭാഷ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സൈദ്ധാന്തികമായിട്ട് തന്നെ അതിനെ ഖണ്ഡിക്കുകയും ജാതിപരമായ വിവേചനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഹിന്ദുമതത്തിലെ ജാതിയെ എതിർത്തു എന്നതുകൊണ്ട് ഗുരുദേവൻ ഹിന്ദുമതത്തെ തന്നെ എതിർത്തു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട് പലരും. ഗുരു ഹിന്ദുമതത്തെ തന്നെ എതിർത്തു, ഗുരുവിന് ഹിന്ദുമതം താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭാരതത്തില് ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്കെതിരെ ഒരുപാട് മൂവ്മെന്റുകൾ, ഒരുപാട് പ്രസ്ഥാനങ്ങൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഒരു ഘട്ടത്തിൽ അത് ഹിന്ദുമത സംവിധാനങ്ങൾക്കെതിരെയായിട്ട് തീരുന്ന കാഴ്ച നമുക്ക് കാണാറുണ്ട്. ഏതൊരു പിന്നോക്ക ദളിത് മൂവ്മെന്റും, ആ പിന്നോക്ക ദളിത് മൂവ്മെന്റ് ഒരു ഘട്ടം കഴിഞ്ഞാൽ തീർത്തും ഹിന്ദുമതത്തിന് പ്രതികൂലമായ രീതിയിൽ വേറൊരു ഭാവത്തെ പ്രാപിക്കുന്നു. അപ്പൊ പിന്നോക്ക ജനവിഭാഗങ്ങൾ ആത്യന്തികമായി സംഘടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയരണമെങ്കിൽ ഹിന്ദുമതത്തെ ഖണ്ഡിച്ചുകൊണ്ട്, ചാതുർവർണ്ണ്യം ഹിന്ദുമതത്തിലുണ്ട്, അതുകൊണ്ട് ഹിന്ദുമതത്തെ ഖണ്ഡിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കില്ല. ഹിന്ദുമതത്തെ ഖണ്ഡിച്ചു കഴിഞ്ഞാൽ, ഹിന്ദുമതത്തെ എതിർത്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ മറ്റൊരു മതം സ്ഥാപിച്ച് അതിലേക്ക് പോകാം,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ സ്വാമി തൃപ്പാദങ്ങളുടെ സാമൂഹ്യ പരിഷ്കരണ ശൈലി അതായിരുന്നില്ല. സ്വാമി തൃപ്പാദങ്ങളാണ് ആദ്യമായിട്ട് പിന്നോക്ക ദളിത് മൂവ്മെന്റിനെ വൈദിക അനുകൂലമായ ഒരു യാത്രയാക്കി മാറ്റിയത്. വൈദിക അനുകൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതനമായിരിക്കുന്ന ധർമ്മവ്യവസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സനാതനമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സനാതനമായിരിക്കുന്ന ധർമ്മത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരു പിന്നോക്ക നവോത്ഥാന യാത്രയാണ് സ്വാമി തൃപ്പാദങ്ങൾ നടത്തിയത്. കാരണം നമ്മൾ ബാക്കി ഏതൊരു മറ്റേ പിന്നോക്ക രാഷ്ട്രീയമാകട്ടെ, പിന്നോക്ക ശാക്തീകരണ പ്രസ്ഥാനമാകട്ടെ, അതിലെല്ലാം തന്നെ ഹിന്ദുമതത്തെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. അത് തത്വത്തിൽ എവിടെയും തന്നെ വിജയം പ്രാപിച്ചില്ല. ഗുരുദേവൻ വ്യക്തമായിട്ട് പറയുന്നു, അരുമറ നാലുമൊരിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണനു പങ്കു ചെയ്തു നൽകി പരമതു വള്ളുവർ നാവിലും മൊഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. ശിവശതകത്തില് 2-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞിരിക്കുകയാണ്, പരിമള ഭാരതിയായ സരസ്വതി, സാക്ഷാൽ സരസ്വതി ദേവി അങ്ങ് വടക്കേന്ത്യയില് വേദവ്യാസന് വേദങ്ങൾ പകുത്തു നൽകി അനുഗ്രഹിച്ചു. അതേ സരസ്വതി തന്നെ തെക്കേന്ത്യയിൽ ദക്ഷിണ ഭാരതത്തിൽ തിരുവള്ളുവരുടെ നാവിലൂടെ പരമമായിരിക്കുന്ന വേദസത്യം ഒഴിഞ്ഞു. അപ്പൊ നോക്കൂ, ഇവിടെ ദേശങ്ങളെ തമ്മിൽ എത്ര മനോഹരമായിട്ട് ഗുരുദേവൻ സമന്വയം ചെയ്തിരിക്കുന്നു. വടക്കൻ ഭാരതം എന്ന് പറയുന്ന ആ പ്രദേശത്തെയും ദക്ഷിണ ഭാരതം എന്ന് പറയുന്ന ഈ പ്രദേശത്തിലും അനുസ്യൂതമായി കുടികൊള്ളുന്നത് ഒരേ ഒരു സാംസ്കാരിക ധാരയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഗുരുദേവൻ. എന്താണ് പറയുന്നത്? പരിമള ഭാരതിയായ സരസ്വതി ദേവി വേദവ്യാസന് വേദങ്ങളാകുന്ന അറിവ് കൊടുത്തു. അതേ സരസ്വതി ദേവി തന്നെയാണ് ഇന്ന് ദക്ഷിണ ഭാരതത്തിൽ തിരുവള്ളുവരുടെ നാവിലും പരമസത്യമായ വേദത്തെ മൊഴിഞ്ഞത് എന്ന് പറയുന്നു. ഈ ഭാരതത്തില് അനേക മതങ്ങള്, അനേക വിശ്വാസധാരകള്, അനേക സമ്പ്രദായങ്ങള്, അനേകായിരം ജീവിത രീതികളെല്ലാം ഉണ്ട്. അനേക ഭാഷകള്, അനേക ദേശങ്ങൾ, തീർത്തും വ്യത്യസ്തമായ ദേശങ്ങൾ, തീർത്തും വ്യത്യസ്തരായ മനുഷ്യർ, ഇതെല്ലാം ഉണ്ടായിട്ട് മറ്റേതെങ്കിലും ഒരു രാജ്യമായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് 100 കണക്കിന് കഷ്ണങ്ങളായിട്ട് എന്നേ മാറിയൻ. പക്ഷേ ഇതൊരു സാംസ്കാരികമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സാംസ്കാരികമായ ഏകത്വം, ഇങ്ങനെയുള്ള ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടായിട്ട് പോലും സാംസ്കാരികമായ ഒരു ഏകത്വം ഇവിടെ എങ്ങനെ ഉണ്ടായി? നമുക്ക് നമ്മൾ കേരളീയനാകട്ടെ, തമിഴ്നാട് ഒരു തമിഴനാകട്ടെ, ഒരു വടക്കേന്ത്യക്കാരനാകട്ടെ, ഇവരുടെ വേഷങ്ങളിലും ഭാഷകളിലും രീതികളിലും വ്യത്യാസമുണ്ട്. പക്ഷെ സാംസ്കാരികമായ ഒരു ഏകത്വം കാണാൻ സാധിക്കും. കേരളത്തിലും ശിവനെ പൂജിക്കുന്നു, തമിഴ്നാട്ടിലും ശിവനുണ്ട്, വടക്കേന്ത്യയിലും ശിവനുണ്ട്. ഈ സാംസ്കാരികമായ ഏകത്വം ഉണ്ടാക്കിയത് വേദോക്തമായ ധർമ്മമാണ്. ആ വേദോക്തമായ ധർമ്മത്തെ സ്വാമി തൃപ്പാദങ്ങൾ ഒരു കാലത്തും ഒരിക്കലും നിഷേധിച്ചിരുന്നില്ല. സ്വാമി തൃപ്പാദങ്ങൾ ജാതിയെ നിഷേധിച്ചിരുന്നു, ജാതിയെ എതിർത്തിരുന്നു എന്നതുകൊണ്ട് വേദോക്തമായ ധർമ്മത്തെയും വൈദിക ധർമ്മത്തെയും സ്വാമി തൃപ്പാദങ്ങൾ എതിർത്തു എന്ന് വ്യാഖ്യാനിക്കുന്നത് മൂഢത്വമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ശിവശതകത്തിൽ ഈ 2-ാമത്തെ ശ്ലോകം ഉദ്ധരിച്ച് പറഞ്ഞത്, അരുമറ നാലുമൊരിക്കലോതി മുന്നം. 4 എന്ന് പറയാൻ 4 വേദങ്ങൾ, മറ എന്ന് പറഞ്ഞാൽ വേദമാണ്. 4 വേദങ്ങളും ഏതൊരു ദേവിയാണോ വേദവ്യാസന് കൊടുത്തത്, അതേ വേദസത്യം ഇങ്ങ് ദക്ഷിണ ഭാരതത്തിലെ മഹാസിദ്ധനായ വള്ളുവർക്കും ദേവി കൊടുത്തു എന്ന് പറയുമ്പോൾ ദക്ഷിണ ഭാരതവും ഉത്തര ഭാരതവും പശ്ചിമവും പൂർവവും എല്ലാം തന്നെ ഒരേ ഒരു വേദോക്തമായ സാംസ്കാരിക ധാരയാൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് വൈദികമായ സനാതനമായിരിക്കുന്ന ധർമ്മത്തെ, വേദോക്തമായ ധർമ്മത്തെ അംഗീകരിച്ചു കൊണ്ടാണ് സ്വാമി തൃപ്പാദങ്ങള് ഇവിടെ പിന്നോക്ക മൂവ്മെന്റ്, പിന്നോക്ക യാത്രയെ നടത്തിയിരിക്കുന്നത്. അല്ലാതെ ഇതിനൊന്നും നിഷേധിച്ചിട്ടല്ല. ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടുന്ന, വിചിന്തനം ചെയ്യേണ്ടുന്ന കാര്യമാണ്. കാരണം ജാതി സങ്കല്പങ്ങളെ ഈ രീതിയിൽ തീക്ഷ്ണമായിട്ട് നമ്മൾ എതിർക്കുന്ന സമയത്ത് അത് ഹിന്ദുമതത്തോടുള്ള എതിർപ്പായിട്ട് മാറരുത് ഒരിക്കലും. ഹിന്ദുമതത്തോടുള്ള എതിർപ്പായി കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ അത് പാളിപ്പോകും. അപ്പൊ ഈ ഒരു ആശയത്തെ നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. അത് അടുത്ത ഒരു ക്ലാസ്സിൽ സംസാരിക്കാം.